നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോകുന്നു. വിഷുവിന് കണിയൊരുക്കാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ണൂരിൽ എങ്ങനെയാണ് തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ണൂർ താഴെ ചൊവ്വയിൽ കൃഷ്ണരൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന രാജസ്ഥാൻ സ്വദേശികളായ ശില്പികളെയാണ് അർജുൻ കാട്ടിത്തരുന്നത്. കഷ്ടപ്പാട് നിറഞ്ഞ ഇവരുടെ ജീവിതത്തിലും വിഷു ഒരു പ്രതീക്ഷയാണ്. കണിയൊരുക്കത്തിനുള്ള ഓട്ടത്തിലാണ് മലയാളികളെല്ലാവരും. കണ്ണനില്ലാതെ ഒരു വിഷുക്കണിയെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? വഴിയോരങ്ങളിൽ കണ്ണൻ്റെ രൂപം വിൽപ്പന നടത്തുന്ന വഴിയോര കച്ചവട കേന്ദ്രങ്ങളുടെ കാഴ്ചകൾ കാണാം. വഴിയരികിൽ ചിരിതൂകി നിൽക്കുന്ന കണ്ണന്മാർ, വലുതും ചെറുതുമായ ഒരുപാട് കൃഷ്ണരൂപങ്ങൾ ഒന്നിച്ച് ചിരിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗി. നിലവിളക്കിന്റെ ശോഭയിൽ വിഷുപ്പുലരിയിൽ ഈ കൃഷ്ണരൂപങ്ങൾ വിഷുക്കണിയായി മനസ്സിൽ നിറയും. വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്, നല്ല രസമുണ്ട്. ഓടക്കുഴലേന്തി ചിരിതൂകി നിൽക്കുന്ന കണ്ണന്റെ രൂപത്തിന് പുറകിൽ ഒരു വേദനയുടെ കഥയുണ്ട്. ഉണ്ണാൻ വേണ്ടി ഉണ്ണിക്കണ്ണന്റെ രൂപമുണ്ടാക്കുന്ന രാജസ്ഥാനികളായിട്ടുള്ള കുറച്ചുപേരുടെ ജീവിതകഥ. ഒരു മറുപകുതിയിൽ വിശപ്പും പേറുന്ന മനുഷ്യർ രാജസ്ഥാനികളാണ്. കടുത്ത ചൂടിലും വിശപ്പകറ്റാനുള്ള ഇവരുടെ അധ്വാനമാണ് നമ്മളുടെ വിഷുക്കണി. 30-35 साल हो गया रोड साइड रह रहे. छोटे छोटे बच्चों को मुश्किल हो रहा, हमको ये गर्मी पड़ रहा बहुत, इसमें गर्मी भी मुश्किल हो रहा है. 25ഓളം പേരടങ്ങുന്ന സംഘമാണ് കൃഷ്ണരൂപം വിൽപ്പന നടത്താൻ കണ്ണൂരിലെത്തിയത്. മുൻ വർഷങ്ങളെക്കാൾ വിപണി മോശമെന്നാണ് ഇവർ പറയുന്നത്. വർഷത്തിൽ ഈ വിഷുക്കാലം ഇവരുടെ പ്രതീക്ഷാക്കാലം കൂടിയാണ്. ഇപ്പോൾ വിഷു തന്നെ സാറിന് കുറവ് പോകുന്നുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഈ മാസം തന്നെ നല്ല കുട്ടി റേറ്റ് ജാസ്തിയായി. മോൾഡ് ചെയ്ത് വ്യത്യസ്ത നിറങ്ങൾ നൽകി ഓരോ കൃഷ്ണരൂപവും ഉണ്ടാക്കുന്നു. രാധാസമേതനായ ശ്രീകൃഷ്ണൻ, ഓടക്കുഴലുമായി നിൽക്കുന്ന രൂപം, അങ്ങനെ ശില്പങ്ങൾ പലതരത്തിലാണ്. इसको बनाने के लिए ये 15 दिन लगता है एक पीस को. इधर गर्मी बहुत है, पंखा लगा दो, गर्मी बहुत है. तो क्या अभी आज का दिन बसा है, क्या करेगा अभी, गर्मी का बहुत मुश्किल है इधर. വിഷു എന്നാൽ പ്രതീക്ഷ എന്നുകൂടിയാണ്. സമൃദ്ധമായ കാഴ്ച കണി കണ്ടുണരുന്നവർക്ക് മാത്രമല്ല, ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നവർക്കും. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.